വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ചോദ്യം 1. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അപ്പസ്തോലന്മാർക്ക് ശേഷം സുവിശേഷ ദൗത്യവുമായി യേശു അയച്ചത് എത്ര പേരെയാണ്? ഉത്തരം 72 പേരെ. ചോദ്യം 2. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ സുവിശേഷ ദൗത്യവുമായി 72 പേർ അയക്കപ്പെട്ടു. എത്ര പേർ വീതമായിട്ടാണ് ഇവർ അയക്കപ്പെട്ടത്? ഉത്തരം 2 പേർ വീതം. ചോദ്യം 3. 72 പേരെ യേശു സുവിശേഷ ദൗത്യവുമായി അയച്ചത് എങ്ങോട്ടെല്ലാമായിരുന്നു? ഉത്തരം യേശു പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും. ചോദ്യം 4. കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ ആരോട് പ്രാർത്ഥിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം കൊയ്ത്തിൻ്റെ നാഥനോട്. ചോദ്യം 5. 72 പേരെ യേശു അയച്ചപ്പോൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആരെ പോലെ അവരെ അയക്കുന്നു എന്നാണ് അരുളി ചെയ്തത്? ഉത്തരം കുഞ്ഞാടുകളെ എന്ന പോലെ. ചോദ്യം 6. സുവിശേഷ ദൗത്യവുമായി അയച്ചവരോട് എന്തൊക്കെ കൊണ്ടുപോകരുതെന്നാണ് യേശു പറയുന്നത്? ഉത്തരം മടിശീലയോ സഞ്ചിയോ ചെരിപ്പോ. ചോദ്യം 7. സുവിശേഷ ദൗത്യവുമായി അയച്ച 72 പേർ ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം എന്നാണ് യേശു ആവശ്യപ്പെട്ടത്? ഉത്തരം ആ വീടിന് സമാധാനമെന്ന് ആശംസിക്കാം. ചോദ്യം 8. ക്രിസ്തു ശിഷ്യൻ ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആശംസിക്കുന്ന സമാധാനം ആ വീട്ടിലുള്ള ആരിൽ കുടികൊള്ളുമെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം സമാധാനത്തിൻ്റെ പുത്രനിൽ. ചോദ്യം 9. ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആശംസിക്കുന്ന സമാധാനം, സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? ഉത്തരം ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. ചോദ്യം 10. സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കപ്പെട്ട ശിഷ്യന്മാരോട് എവിടെ ചുറ്റി നടക്കരുത് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം വീടുതോറും. ചോദ്യം 11. സുവിശേഷ ദൗത്യവുമായി യേശു 72 പേരെ അയച്ചപ്പോൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ വസിക്കുവാൻ യേശു ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? ഉത്തരം വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനായതുകൊണ്ട്. ചോദ്യം 12. സുവിശേഷ പ്രഘോഷണത്തിനായി ക്രിസ്തു ശിഷ്യൻ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്തു ഭക്ഷിക്കുവിൻ എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം നിങ്ങൾക്ക് വിളമ്പുന്നത്. ചോദ്യം 13. എങ്ങനെയുള്ള നഗരത്തിൽ വെച്ചാണ് നിങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും അവർക്കെതിരെ തട്ടിക്കളയുവാൻ യേശു അനുശാസിക്കുന്നത്? ഉത്തരം നിങ്ങളെ സ്വീകരിക്കാത്ത നഗരത്തിൽ വച്ച്. ചോദ്യം 14. പൂരിപ്പിക്കുക. ആ ദിവസം ഡാഷ് സ്ഥിതി ഈ നഗരത്തിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും. ഉത്തരം സോതോമിൻ്റെ. ചോദ്യം 15. ആ ദിവസം സോതോമിൻ്റെ സ്ഥിതി ഏത് നഗരത്തിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ക്രിസ്തു ശിഷ്യനെ സ്വീകരിക്കാത്ത നഗരത്തിൻ്റെ. ചോദ്യം 15. കൊറാസിനിലും ബെത്സൈദയിലും നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നെങ്കിലാണ് അവിടുത്തെ ജനങ്ങൾ പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നുവെന്ന് യേശു പറയുന്നത്? ഉത്തരം ടൈറിലും സീദോനിലും. ചോദ്യം
16. കോറാസീനിലും ബേത്സയിദായിലും നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ പണ്ടേ തന്നെ പശ്ചാത്താപം പ്രകടിപ്പിക്കുമായിരുന്നു എന്നാണ് യേശു പറയുന്നത്. ഉത്തരം: ചാക്കുടുത്തും ചാരം പൂശിയും. ചോദ്യം 17. സുവിശേഷ പ്രഘോഷണത്തിനായി ക്രിസ്തു ശിഷ്യൻ ഏതെങ്കിലും ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തിയ ശേഷം അവരോട് എന്താണ് പറയേണ്ടത്? ഉത്തരം: ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. ചോദ്യം 18. തന്നെ നിരസിക്കുന്നവൻ ആരെ നിരസിക്കുന്നു എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: തന്നെ അയച്ചവനെ. ചോദ്യം 19. നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ? നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം: യേശു കഫർനാമിനെ കുറിച്ചാണ് ഇപ്രകാരം പറയുന്നത്. ചോദ്യം 20. സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞ് മടങ്ങിയെത്തിയ 72 പേർ കർത്താവിൻ്റെ നാമത്തിൽ ആരുപോലും തങ്ങൾക്ക് കീഴടങ്ങി എന്നാണ് അറിയിച്ചത്? ഉത്തരം: പിശാചുക്കൾ പോലും. ചോദ്യം 21. 72 പേർ മടങ്ങി വന്ന് തങ്ങൾ സന്തോഷിക്കാൻ കാരണമെന്തെന്നാണ് യേശുവിനെ അറിയിക്കുന്നത്? ഉത്തരം: കർത്താവിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും അവർക്ക് കീഴ്പ്പെടുന്നതിൽ. ചോദ്യം 22. സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ ആര് നിപതിക്കുന്നത് കണ്ടു എന്നാണ് മടങ്ങിയെത്തിയ 72 പേരോടും യേശു പറയുന്നത്? ഉത്തരം: സാത്താൻ. ചോദ്യം 23. ആരുടെയെല്ലാം മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്നാണ് യേശു സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞ് മടങ്ങിയെത്തിയ 72 പേരോടും പറഞ്ഞത്? ഉത്തരം: പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ. ചോദ്യം 24. സുവിശേഷ ദൗത്യത്തിനു ശേഷം 72 പേർ തിരിച്ചെത്തിയപ്പോൾ അവർ എന്തിൽ സന്തോഷിക്കേണ്ട എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്? ഉത്തരം: പിശാചുക്കൾ കീഴടങ്ങുന്നു എന്നതിൽ. ചോദ്യം 25. 72 ശിഷ്യന്മാർ മടങ്ങിയെത്തിയപ്പോൾ അവർ എന്തിലാണ് സന്തോഷിക്കേണ്ടത് എന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഉത്തരം: അവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. ചോദ്യം 26. 72 പേരും മടങ്ങി വന്നപ്പോൾ യേശു പിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് എങ്ങനെയായിരുന്നു? ഉത്തരം: പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. ചോദ്യം 27. 72 ശിഷ്യന്മാർ മടങ്ങിയെത്തിയ ശേഷം യേശു നടത്തിയ പ്രാർത്ഥനയിൽ അവിടുന്ന് പിതാവിനെ സംബോധന ചെയ്യുന്നതെങ്ങനെ? ഉത്തരം: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ. ചോദ്യം 28. പൂരിപ്പിക്കുക. അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ഡാഷ് മറച്ചു വെക്കുകയും ഡാഷ് വെളിപ്പെടുത്തുകയും ചെയ്തു. ഉത്തരം: ബുദ്ധിമാന്മാരിൽ നിന്നും. രണ്ടാമത്തെ ഫില്ലപ്പ് ശിശുക്കൾക്ക്. ചോദ്യം 29. സ്വർഗസ്ഥനായ പിതാവ് എല്ലാ കാര്യങ്ങളും ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഉത്തരം: യേശുവിനെ. ചോദ്യം 30. പിതാവ് ആരെന്ന് ആരൊക്കെ ഗ്രഹിക്കുന്നു എന്നാണ് യേശു വെളിപ്പെടുത്തുന്നത്? ഉത്തരം: പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും. ചോദ്യം 31. നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു ശിഷ്യന്മാരോട്. ചോദ്യം 32. ക്രിസ്തു ശിഷ്യർ കാണുന്നവ കാണാനും കേൾക്കുന്നവ കേൾക്കാനും
അനേകം പേർ ആഗ്രഹിച്ചുവെങ്കിലും അവർക്കത് സാധിച്ചില്ല. അവർ ആര്? ഉത്തരം: പ്രവാചകന്മാരും രാജാക്കന്മാരും. ചോദ്യം 32. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യവുമായി യേശുവിനെ പരീക്ഷിക്കാനായി എത്തിയത് ആരായിരുന്നു? ഉത്തരം: നിയമജ്ഞൻ. ചോദ്യം 33. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? ചോദ്യം 34. യേശുവിന് നിയമജ്ഞൻ നൽകിയ ഉത്തരമനുസരിച്ച് നിയമത്തിൽ ദൈവത്തെ എപ്രകാരം സ്നേഹിക്കണം എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ. ചോദ്യം 35. നീ നിന്റെ അയൽക്കാരനെ എപ്രകാരം സ്നേഹിക്കണം എന്നാണ് നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: നിന്നെപ്പോലെ. ചോദ്യം 36. യേശു പ്രതിവചിച്ചു: നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഉത്തരമെന്ത്? ഉത്തരം: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. ഈ ഉത്തരം യേശു നിയമജ്ഞനോടാണ് പറയുന്നത്. ചോദ്യം 37. തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ച ചോദ്യമെന്ത്? ഉത്തരം: ആരാണ് എൻ്റെ അയൽക്കാരൻ? ചോദ്യം 38. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിന് ഉത്തരമായി യേശു അരുളി ചെയ്ത ഉപമയെന്ത്? ഉത്തരം: നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ചോദ്യം 39. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ കവർച്ചക്കാരുടെ കൈകളിൽ അകപ്പെട്ട മനുഷ്യൻ എവിടെ നിന്ന് എങ്ങോട്ട് പോവുകയായിരുന്നു? ഉത്തരം: ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക്. ചോദ്യം 40. ജെറിക്കോ നഗരം ഏത് അപരനാമത്തിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഉത്തരം: ഈന്തപ്പനകളുടെ നഗരം. ചോദ്യം 41. നല്ല സമരിയാക്കാരൻ്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷമേത്? ഉത്തരം: വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ചോദ്യം 42. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ ജെറുസലേമിൽ നിന്ന് ജെറുക്കയിലേക്ക് പോയവനെ കവർച്ചക്കാർ എന്തെല്ലാം ചെയ്തിട്ടാണ് പോയിക്കളഞ്ഞത്? ഉത്തരം: അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ചു, അർദ്ധപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു. ചോദ്യം 43. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ അർദ്ധപ്രാണനായി വഴിയിൽ കിടന്നവനെ കണ്ട് നിസ്സംഗതയോടെ കടന്നുപോയവർ ആരെല്ലാം? ഉത്തരം: പുരോഹിതനും ലേവായനും. ചോദ്യം 44. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ അർദ്ധപ്രാണനായി വഴിയിൽ കിടക്കുന്നവനെ കണ്ടിട്ട് മറുവശത്തു കൂടെ കടന്നുപോയി എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: പുരോഹിതൻ. ചോദ്യം 44. ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള യാത്രാമധ്യേ കവർച്ചക്കാരുടെ കൈകളിലകപ്പെട്ട് അർദ്ധപ്രാണനായി വഴിയിൽ കിടന്നവനെ കണ്ട് മനസ്സലിഞ്ഞ് സഹായിച്ചത് ആര്? ഉത്തരം: ഒരു സമരിയാക്കാരൻ. ചോദ്യം 45. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ വഴിയിൽ കിടന്നവൻ്റെ മുറിവുകൾ സമരിയാക്കാരൻ എന്തെല്ലാം ഒഴിച്ചാണ് വച്ച് കെട്ടിയത്? ഉത്തരം: എണ്ണയും വീഞ്ഞും. ചോദ്യം 46. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ മുറിവേറ്റവനെ പരിചരിക്കാൻ സമരിയാക്കാരൻ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഉത്തരം: സത്രത്തിൽ. ചോദ്യം 47. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ സമരിയാക്കാരൻ പുറപ്പെടുന്നതിന് മുമ്പായി സത്രം സൂക്ഷിപ്പുകാരന് എത്ര നാണയമാണ്
നൽകിയത്? ഉത്തരം 2 ധനാറ. ചോദ്യം 48. ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ആര് ആരോട് പറഞ്ഞു? ഉത്തരം സമരിയാക്കാരൻ സത്രം സൂക്ഷിപ്പുകാരനോട് പറഞ്ഞതാണ് ഈ വചനങ്ങൾ. ചോദ്യം 49. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ കവർച്ചക്കാരൻ്റെ കയ്യിൽപ്പെട്ട മനുഷ്യന് മൂവരിൽ ആരാണ് അയൽക്കാരൻ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് നിയമജ്ഞർ നൽകിയ മറുപടി എന്ത്? ഉത്തരം അവനോട് കരുണ കാണിച്ചവൻ. ചോദ്യം 50. നല്ല സമരിയാക്കാരൻ്റെ ഉപമ യേശു അരുളി ചെയ്തത് ആരോടായിരുന്നു? ഉത്തരം നിയമജ്ഞനോട്. ചോദ്യം 51. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് ഏത് ഉപമയുടെ അവസാനമാണ് യേശു പറയുന്നത്? ഉത്തരം നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ. ചോദ്യം 52. ജെറുസലേമിലേക്ക് പോയ യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ച സ്ത്രീയുടെ പേരെന്ത്? ഉത്തരം മർത്ത. ചോദ്യം 53. മർത്തായുടെ സഹോദരിയുടെ പേരെന്ത്? ഉത്തരം മറിയം. ചോദ്യം 54. യേശുവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് സ്വഭവനത്തിൽ അവൻ്റെ പാദാന്തികത്തിൽ ഇരുന്ന സ്ത്രീയുടെ പേരെന്ത്? ഉത്തരം മറിയം. ചോദ്യം 55. പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമെന്ന് ലൂക്കായുടെ സുവിശേഷം വിശേഷിപ്പിക്കുന്ന സ്ത്രീയേത്? ഉത്തരം മർത്ത. ചോദ്യം 56. കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? ആര് ആരോട് പറഞ്ഞു? സഹോദരി ആര്? മർത്ത യേശുവിനോട് പറഞ്ഞതാണ് ഈ വചനം. ഇതിലെ സഹോദരി മറിയമാണ്. ചോദ്യം 57. സഹോദരിമാരിൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തവളെന്ന് യേശു വിശേഷിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം മറിയം. ചോദ്യം 57. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് എന്തു ചെയ്യുകയില്ല എന്നാണ് യേശു മർത്തായോട് പറഞ്ഞത്? ഉത്തരം അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. ചോദ്യം 58. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ആ നല്ല ഭാഗം എന്ത്? ഉത്തരം കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരുന്ന് വചനം കേൾക്കുന്നത്.